ശിവഗിരി തീർത്ഥാടനവുമായിട്ട് ബന്ധപ്പെട്ട് സനാതന ധർമ്മം എന്നുള്ള വിഷയത്തിൽ വ്യാപകമായ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. സനാതനധർമ്മം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? വിശാലമായ അർത്ഥഗതികൾ ഉൾക്കൊള്ളുന്ന ഈ മഹത്തായ ആശയത്തെ സംബന്ധിച്ച് തെറ്റിദ്ധാരണാജനകമായ ചില ധാരണകളുടെ പിൻബലത്തിലാണ് പലരും പലതും സംസാരിക്കുന്നത്. നമുക്കറിയാം, കർമ്മത്തിലും അധിഷ്ഠിതമായ ഒരു സനാതന ധർമ്മമായിരുന്നു പഴയ കാലത്ത് ഹിന്ദു തത്വമനുസരിച്ച് പ്രചാരത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ആ ആശയഗതിയുടെ പ്രായോഗിക വക്താക്കൾ എന്ന് പറയുന്നത് ഉന്നത കുലജാതരായ ബ്രാഹ്മണർ മാത്രമായിരുന്നു. ഹീനജാതിയിൽപ്പെട്ട ആളുകളെന്ന് ദളിതരെയും മറ്റു സമുദായക്കാരെയും വിശേഷിപ്പിക്കുന്ന കാലത്ത് അക്ഷരജ്ഞാനമോ വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവകാശമോ നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു സമൂഹത്തിന് ഈ സനാതനധർമ്മത്തെക്കുറിച്ച് യാതൊരു ബോധ്യവും ഇല്ലായിരുന്നു. അവരെ അത് ബോധ്യപ്പെടുത്താൻ ഉയർന്ന ഗണത്തിൽപ്പെട്ട ആളുകൾ ഒരു ശ്രമവും നടത്തുകയും ഉണ്ടായില്ല. എന്നാൽ ആധുനിക കാലത്ത് ഹൈന്ദവ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായ BJPയും അതുപോലെ തന്നെ സംഘപരിവാര ശക്തികളും ഇതാണ് ഹിന്ദു മതത്തിൻ്റെ അടിസ്ഥാന തത്വമെന്നും ഇതിനുള്ളിൽ നിന്നുകൊണ്ടാണ് ഹിന്ദുമതം പ്രവർത്തിക്കുന്നതെന്നുള്ള കാര്യം പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ധാർമ്മിക വ്യവസ്ഥിതിയിൽ അടിസ്ഥാനമായ ഒരു ജീവിതത്തെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. അതുപോലെ തന്നെ അതിൻ്റെ കർമ്മവിശുദ്ധിയെക്കുറിച്ചുള്ള ഒരു സംസാരവും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. അപ്പം കേവല രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഹിന്ദുമതത്തെ സംയോജിപ്പിക്കാനുള്ള തന്ത്രപരമായ ഒരു വസ്തുതയായിട്ട് മാത്രമേ ഈ സനാതനധർമ്മം എന്ന വസ്തുതയെ അവർ ഉപയോഗിക്കുന്നത് കാണാൻ കഴിയുകയുള്ളൂ. ശ്രീനാരായണ ഗുരു ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്നുള്ള നിലയിൽ ഒരു കാലത്ത് ബ്രാഹ്മണ്യം അടക്കി വാണിരുന്ന കാലത്ത് സമൂഹത്തിലെ അധകൃതർക്ക് വേണ്ടിയിട്ടും അവരുടെ പുരോഗതിക്ക് വേണ്ടിയും പ്രവർത്തിച്ച ഒരു സാമൂഹിക പരിഷ്കർത്താവാണ്. താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവകാശമില്ലാതിരുന്നു, അവർക്ക് വഴി നടക്കാനുള്ള അവകാശമില്ലാതിരുന്ന കാലത്ത്, അതുപോലെ തന്നെ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശമില്ലാതിരുന്ന കാലത്ത് അതിനെതിരെ പ്രവർത്തിക്കുകയും ക്ഷേത്രങ്ങളിൽ പ്രവേശനം നിഷേധിച്ചിരുന്ന അവർക്ക് ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി സമരം ചെയ്യുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആളാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തെയും SNDPയെയും ഒക്കെ ഇപ്പോൾ ഈ പറഞ്ഞ സനാതന ധർമ്മികളാക്കി മാറ്റുവാൻ ബോധപൂർവമായ ഒരു ശ്രമം BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ വർഷം ശിവഗിരി തീർത്ഥാടന സമയത്ത് കേന്ദ്രമന്ത്രിയായിരുന്ന V മുരളീധരൻ ഈ ആശയം അവിടെ പ്രസംഗിച്ചപ്പോൾ വേദിയിലുണ്ടായിരുന്ന കേരളത്തിലെ മന്ത്രി MP രാജേഷ് അതിനെ ശക്തമായിട്ട് എതിർക്കുകയുണ്ടായി. ശ്രീനാരായണീയരെ ഇത്തരത്തിൽ ഈ സംഘപരിവാറിൻ്റെ സനാതനധർമ്മ ഉദ്ദേശ ലക്ഷ്യങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്താൻ കഴിയുകയില്ലെന്നും അടിസ്ഥാനപരമായ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരെ പ്രവർത്തിക്കുകയും പുരോഗമനാത്മകമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു സമൂഹത്തിൻ്റെ പിന്മുറക്കാരെന്നുള്ള നിലയിലേ അവരെ കാണാൻ കഴിയുകയുള്ളൂ എന്നും ബോധ്യപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ കാലത്തും ഈ പുതിയ കാലത്തും ഇത്തരത്തിലുള്ള ഈ ശിവഗിരി ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ തീർത്ഥാടനത്തോട് അനുബന്ധിച്ച് ഇത്തരത്തിലുള്ള സംസാരം തികച്ചും കേവല രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തവണ അവിടെ പ്രധാനമായിട്ട് ഉയർന്നു വന്ന മറ്റൊരു കാര്യം, എല്ലാ മതങ്ങളും എല്ലാ വിശ്വാസങ്ങളും കാലോചിതമായി പരിഷ്കരിക്കപ്പെടേണ്ടതുമാണ്. അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഉപേക്ഷിക്കുകയും അതുപോലെ തന്നെ നല്ല ആദർശങ്ങളെ, നല്ല ആശയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ആചാരങ്ങളെ പരിഷ്കരിക്കുകയും ചെയ്യുന്നത് എപ്പോഴും എല്ലാ മതങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു കാലത്ത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം, ഹിന്ദുമതത്തിൽ താഴ്ന്ന ജാതിക്കാരെ ആയ ആളുകൾക്ക് ക്ഷേത്രപ്രവേശനം ഒരു കാലത്തില്ലായിരുന്നു. ക്ഷേത്രങ്ങളുടെയൊക്കെ മുമ്പിൽ ഹീനജാതിക്കാർക്ക് പ്രവേശനമില്ല എന്ന് ബോർഡ് വച്ചിരുന്നു. ഈ ഹീനജാതിക്കാരെന്ന് പറയുന്നത് ദളിതർ, ഹിന്ദുമതത്തിലെ തന്നെ ദളിതരും താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളുമാണ്.
അപ്പോൾ ഒരുപാട് സമരങ്ങളുടെയും ഒരുപാട് പ്രതിഷേധങ്ങളുടെയും ഒക്കെ അനന്തരഫലമെന്നോണമാണ് താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ ഉള്ള ഒരു അവസരം ലഭ്യമായത്. അതുപോലെ തന്നെ മേൽമുണ്ട് ധരിക്കാൻ സ്ത്രീകൾക്ക് അവകാശമില്ലായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള അവകാശങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടുന്നതിനും അതുപോലെ തന്നെ ആ ഒരു സാംസ്കാരിക പുരോഗതി ഉണ്ടാകത്തക്ക തരത്തിൽ ഇതൊക്കെ മാറ്റിയെടുക്കുന്നതിനും സാമൂഹ്യ പരിഷ്കർത്താക്കളായ മന്നത്തു പത്മനാഭൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ നിരന്തരമായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് സാധ്യമായത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ തലമുറയിൽപ്പെട്ട ജി സുകുമാരൻ നായർ ഇന്നലെ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് മേൽവസ്ത്രം ധരിച്ചുകൊണ്ട് പുരുഷന്മാർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാം എന്നൊരു പരാമർശം മുഖ്യമന്ത്രി നടത്തിയതിനെതിരായിട്ടാണ്. അതുപോലെ തന്നെ ഈ ആശയം രൂപപ്പെട്ടതും ഈ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ചില സന്യാസിമാർ ഉന്നയിച്ച കാര്യമാണ്. അപ്പോൾ അതിനെ അദ്ദേഹം എതിർത്തു മാത്രമല്ല, മുഖ്യമന്ത്രി കേരളത്തിലെ ഹിന്ദുക്കളായിട്ടുള്ള ആളുകളുടെ ആചാരങ്ങൾക്കെതിരെ സംസാരിക്കുന്നു എന്ന നിലയിൽ അതിനെ പരിവർത്തനം ചെയ്യാൻ ഒരു ശ്രമം നടത്തുകയുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കാലത്ത് താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാൻ അവകാശം ഉണ്ടാക്കി എന്ന് പറയുന്നത് പോലെ എല്ലാ പുരുഷന്മാർക്കും മേൽവസ്ത്രം ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ കയറാം എന്ന് പറയുന്ന പുരോഗമനപരമായ ഒരു ആശയത്തെ, അതൊരു പരിഷ്കൃതമായ ലക്ഷ്യത്തിനെ മുൻനിർത്തിക്കൊണ്ടുള്ളതാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ആ ആശയത്തോട് പരിഷ്കാരം ആഗ്രഹിക്കുന്ന, അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും മുക്തമാകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒന്നാണ്. അതിനെതിരെയാണ് അദ്ദേഹം ജി സുകുമാരൻ നായർ ഇത്തരത്തിൽ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുകയുണ്ടായത്. കേരളത്തിന് പുറത്ത് മറ്റു സംസ്ഥാനങ്ങളിൽ ക്ഷേത്രപ്രവേശനത്തിന് ഇത്തരത്തിലൊരു ആചാരം നിലവിലില്ല. എല്ലാ ക്ഷേത്രങ്ങളിലും മേൽവസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ പുരുഷന്മാർക്ക് കയറാമെന്നിരിക്കെ, അതുപോലെ തന്നെ ശബരിമല പോലെയുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് ചെല്ലുന്നതിന് പ്രത്യേകമായി ഷർട്ട് അഴിക്കേണ്ടതിൻ്റെ അല്ലെങ്കിൽ മേൽവസ്ത്രം അഴിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരിഷ്കാരം അന്യ സംസ്ഥാനങ്ങളിലേതുപോലെ കേരളത്തിലും വരുന്നത് നല്ലതല്ലേ? ഒരു കാലത്ത് ഈ മേൽവസ്ത്രം അഴിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ കയറുക എന്ന് പറയുന്നത് അതൊരു ബ്രാഹ്മണരാണോ അബ്രാഹ്മണരാണോ എന്ന് തിരിച്ചറിയുന്നതിനുള്ള ഒരു മാർഗം കൂടി ആയിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ ഇത്തരത്തിൽ ബോധപൂർവമായ ചില പരിഷ്കാരങ്ങൾ ക്ഷേത്രപ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ കാലത്തിന് അനുഗുണമായിട്ട് വരുന്നത് നല്ലതല്ലേ എന്ന് പരിഷ്കൃത സമൂഹം ആലോചിക്കേണ്ടതുണ്ട്. മന്നത്തു പത്മനാഭൻ്റെ സാംസ്കാരിക മുന്നേറ്റത്തിന് എതിരായിട്ടുള്ള ഒരു ആശയപ്രകടനമാണ് ജി സുകുമാരൻ നായരുടേതെന്ന് പറയേണ്ടതായി വരും. ഈ ആശയത്തോട് കേരളത്തിലെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനും അതുപോലെ തന്നെ കെ സുധാകരനും പ്രതികരിച്ചത് രണ്ട് തരത്തിലാണ്. ശ്രീനാരായണീയരെ സനാതന ധർമ്മത്തിൻ്റെ ചട്ടക്കൂട്ടിൽ ഒതുക്കുവാൻ ശ്രമിക്കുന്നതും അതുപോലെ തന്നെ സംഘപരിവാറിൻ്റെ വിശ്വാസധാരണകൾക്ക് അനുസൃതമായി മാറ്റാൻ ശ്രമിക്കുന്നതും തെറ്റാണെന്ന് കെ സുധാകരൻ പറഞ്ഞപ്പോൾ, എന്നാൽ അതിനെ കുറച്ചുകൂടെ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി സനാതന ധർമ്മം പാരമ്പര്യത്തിൽ അധിഷ്ഠിതമാണെന്നും ആചാരങ്ങൾക്ക് അധിഷ്ഠിതമാണെന്നും അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല എന്നുള്ള രീതിയിലുമാണ് വി ഡി സതീശൻ പ്രതികരിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ഒക്കെ ചെയ്യുന്നെങ്കിലും നമ്മളെപ്പോഴും പുരോഗമനം ലക്ഷ്യമിടുന്നവരും അതുപോലെ തന്നെ സമൂഹം പരിഷ്കൃതമാകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ഹിന്ദു സമൂഹത്തിൽപ്പെട്ടവരും ഈ ലക്ഷ്യത്തിന് വേണ്ടി മഹത്തായ ചില ലക്ഷ്യങ്ങളുടെ സാധൂകരണത്തിന് വേണ്ടി ഉതകുന്ന എല്ലാ പരിഷ്കാരങ്ങളെയും സ്വാഗതം ചെയ്യുമെന്നാണ് നമ്മൾ പ്രത്യാശിക്കുന്നത്. ആ പ്രത്യാശ നിലനിൽക്കട്ടെ, പുതിയ ചിന്തകൾ രൂപപ്പെടട്ടെ. പുതിയ ലോകം എന്ന് പറയുന്നത് ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അക്കാലത്ത് നമ്മൾ പാരമ്പര്യവാദവും അതുപോലെ തന്നെ അപരിഷ്കൃതമായ ആശയങ്ങളും അന്ധവിശ്വാസങ്ങളും അപ്പാടെ പിന്തുടരുന്നതിനെ അനുകൂലിക്കുന്നത് ഏത് രാഷ്ട്രീയത്തിൻ്റെ പേരിലായാലും പ്രതിഷേധാർഹമാണ്. അപ്പോൾ സമൂഹം പരിഷ്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരും ഉദാത്തമായ ചില ചിന്താഗതികൾക്ക് അതിനനുഗുണമായി പ്രവർത്തിക്കാനും എന്ന് തയ്യാറാവുമോ അന്ന് മാത്രമേ നമ്മുടെ സമൂഹം പരിഷ്കൃതമാണെന്ന് പറയുവാൻ കഴിയുകയുള്ളൂ.
നമുക്ക് പരിഷ്കൃതമായ ഒരു സമൂഹത്തിന് ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവും എന്ന് പ്രത്യാശിക്കാം. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രവർത്തിക്കുന്ന ആളും അതുപോലെ സാമൂഹ്യ നന്മയ്ക്ക് ഉതകുന്ന പുതിയ പരിഷ്കാരങ്ങളെ ഉൾക്കൊള്ളുകയും ചെയ്യേണ്ട ആളാണെന്നാണ് സാധാരണ ജനസമൂഹം വിചാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചിന്താഗതി ഏത് തരത്തിലുള്ളതായാലും ഒരു സാമൂഹ്യ പരിഷ്കരണത്തിന് ഉതകുന്ന ചിന്താഗതികളോട് അദ്ദേഹവും കോൺഗ്രസും യോജിച്ച് നിൽക്കുമെന്ന് കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. കേരളത്തിലെ പ്രതിപക്ഷ നേതൃത്വത്തിലുള്ള 2 പേർ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ ഈ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലാണ്. തീർച്ചയായിട്ടും കെ സുധാകരൻ്റെ നിലപാട് പരക്കെ അംഗീകരിക്കപ്പെടുന്നുണ്ട് കോൺഗ്രസിനുള്ളിൽ. കാരണം അദ്ദേഹം ഈ തീവ്ര ഹിന്ദുത്വ നിലപാടുകളോട് യോജിക്കാതെ സനാതനധർമ്മത്തിന് അതീതമായ പുരോഗമനപരമായ ആശയങ്ങളിലാണ് ശ്രീനാരായണീയർ നിൽക്കുന്നത് എന്നുള്ള വസ്തുത തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ തികച്ചും വിരുദ്ധമായി ഈ സനാതനധർമ്മം എന്ന് പറയുന്ന തീവ്ര ഹിന്ദുത്വ നിലപാടുകളോട് യോജിച്ച് നിൽക്കുന്ന വി.ഡി. സതീശൻ്റെ നിലപാടുകൾ തീർച്ചയായിട്ടും ഒരു മതേതര പാർട്ടിയുടെ നേതാവെന്നുള്ള നിലയിൽ വി.ഡി. സതീശൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് തികച്ചും പ്രതിഷേധാർഹമാണ്. അത് ഇപ്പോൾ തീർത്തും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നേതൃത്വത്തിലുള്ളവർ വ്യത്യസ്തപരമായ അഭിപ്രായം ഒരു പ്രധാന വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നത് തികച്ചും ഒരു ആശയക്കുഴപ്പം കോൺഗ്രസ് പാർട്ടിക്കുള്ളിലും ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമാക്കുന്ന തരത്തിലാണ്. അപ്പോൾ പുരോഗമനപരമായ ആശയങ്ങളും അതുപോലെ തന്നെ പരിഷ്കരണവാദങ്ങളുമായിട്ട് യോജിച്ച് നിൽക്കുന്നതായിരിക്കും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഏറ്റവും ഉത്തമമായത് എന്നുള്ളത് സാധാരണ ജനങ്ങൾക്കും ഭരണ പ്രതിപക്ഷ വ്യത്യാസമന്യേ എല്ലാവർക്കും ബോധ്യമായിട്ടുള്ള ഒരു കാര്യവും ആയതിനാൽ തീർച്ചയായും ആ നിലയ്ക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കേരളീയ സമൂഹത്തിന് തികച്ചും യോജിച്ചതായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല.